ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതുണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വീഡിയോ എടുക്കാനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കാണാത്തവർ വിചാരിക്കും എന്ത് വീഡിയോ ആണെന്നല്ലേ. ഫൈൻ. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ലാസ്റ്റ് വീഡിയോ കാണുക. അതോടൊപ്പം ഞാനിപ്പോൾ പറയാം, ഞാനിപ്പോൾ മാൽദീവ്സിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങോട്ട് വരാനുള്ള എലിജിബിലിറ്റി, പ്രോസസ്സിങ്, അതുപോലെ അത് പ്രോസസ്സിങ് ടൈം എത്ര എടുക്കും, അതൊക്കെയായിരുന്നു ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ എടുക്കാനാണ് ഞാനിന്ന് വന്നത്. എനിക്ക് വീട്ടിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ 2 തവണ എടുത്തു. പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് അവൾ ബഹളമായതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പം കറൻ്റ്ലി പേഷ്യൻസ് ഒന്നും വന്നിട്ടില്ല. മോർണിംഗേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല, കാര്യം പേഷ്യൻസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോയിലോട്ട് പോവാണ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പം അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് എനിക്ക് എങ്ങനെയാണ് പ്രോസസ്സിങ്, അത് ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ എല്ലാ ഒരു ഡേറ്റ് സഹിതം എൻ്റെ ഒരു ബുക്കിലോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലാണ് നമുക്ക് കറക്റ്റ് പ്രോസസ്സിങ് ടൈം എത്രത്തോളം എടുക്കുമെന്നറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എലിജിബിലിറ്റി ആയിരുന്നു. നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് IELTS അല്ലെങ്കിൽ OET ആണ്. ഓക്കെ, നമുക്ക് ബേസിക് സ്കോർ മതി ഇങ്ങോട്ടേക്ക് പോരാൻ. OET ആണെങ്കിൽ C and above, IELTS ആണെങ്കിൽ 5.5 and above. അങ്ങനെയാണ് നമുക്ക് എലിജിബിലിറ്റിക്ക് പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയ ടാസ്ക്കാണ്, ഒരു ഏജൻസി. അത് നമ്മൾ കൃത്യമായി ജെനുവിൻ ആണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം പ്രോസസ്സിങ് തുടങ്ങുക. കാര്യം ഒരുപാട് തട്ടിപ്പുകളൊക്കെ നമ്മൾ ഡെയിലി ന്യൂസിൽ കാണുന്നതാണ്. അപ്പം നമ്മൾ വൺസ് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സ്റ്റക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റാണ്, അതുപോലെ നമ്മുടെ പൈസയും കാര്യങ്ങളും ഒക്കെ വേസ്റ്റ് ആകും. അതുകൊണ്ട് ജെനുവിൻ ആയിട്ടുള്ള ഏജൻസിയെ തപ്പിയെടുക്കുക. അവർ മാൽദീവ്സിലോട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അതിനുശേഷം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഏജൻസിയായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് അവർ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാൻ പറയും. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ, അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ, അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് ഏജൻസിക്ക് അയച്ചു കൊടുക്കാം. അതിനുശേഷം അവരത് മിനിസ്ട്രിയിലോട്ട് അയച്ച് അങ്ങനെയാണ് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടുന്നത്. MOH ആണെങ്കിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും സെയിം പ്രോസസ്സിങ് ആണെന്നാണ് എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരറിവ്. പിന്നെ കുറച്ച് MOH ബേസ് ചെയ്ത് നോക്കിയാൽ കുറച്ചും കൂടെ ഫാസ്റ്റാണ് പ്രൈവറ്റിലോട്ട്. കാര്യം ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് രണ്ടിടത്തും ഒരേപോലെയാണ്, ഏകദേശം സെയിം തന്നെയാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഓക്കെ, സോ ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന MOHൻ്റെ ഇതിലാണ്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്ത് വീഡിയോ എടുക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അവരാണ് തരണം. നമ്മുടെ നാട്ടിലെ മാൽദീവ്സിലെ ടൈം ഹാഫ് ആൻ അവർ വ്യത്യാസമുണ്ട്, അരമണിക്കൂർ കൂടുതലായിരിക്കും നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമുക്ക് ഏജൻസി നമുക്ക് ഏത് ഡേറ്റിലാണ്, അതുപോലെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മളോട് പാസ്പോർട്ട് നമ്പറൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തായിരിക്കും നമ്മുടെ പ്രോസസ്സിങ് എല്ലാം പോകുന്നത്. സോ വൺസ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും അതുപോലെ നമ്മുടെ ടൈമിങ്ങും അവർ തന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻ്റർവ്യൂ കുറച്ചൊക്കെ അത്യാവശ്യം, ഇപ്പം ഗ്യാപ്പുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം. കാര്യം അവരെവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കറിയത്തില്ല. ഓക്കെ, സോ അങ്ങനെ റിവൈസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 days, വിത്തിൻ 10 daysനുള്ളിൽ നമുക്ക് നമ്മുടെ സെലക്ഷൻ ആയിട്ടുള്ള സെലക്ട് ആയോ അതോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ത്രൂ ഏജൻസി. ഓക്കെ, എല്ലാം നമുക്ക് ഈ ഏജൻസി വഴിയായിരിക്കും നടക്കുക. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഓഗസ്റ്റ് 29 കേട്ടോ. എനിക്ക് ഏകദേശം സെലക്ഷൻ്റെ ഇത് വന്നത് സെപ്റ്റംബർ 10 വന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു രജിസ്ട്രേഷനുണ്ട്. നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു എലിജിബിലിറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു എക്സാമും കൂടി ഉണ്ട്. മാൽദീവ്സ് കോമ്പിറ്റൻസി എക്സാം എന്ന് പറയും.
നമ്മളതും അറ്റൻഡ് ചെയ്യണം. അത് നമ്മളിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതിന് ശേഷം വിത്തിൻ 6 മന്തിനുള്ളിൽ നമുക്ക് പാസ്സായി എടുത്താൽ മതി. ഓക്കെ. സോ നമുക്ക് അതിനുള്ള ആപ്ലിക്കേഷൻ, ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഏജൻസിയിൽ നിന്ന് കൊടുക്കും. അത് കൊടുത്ത് നമുക്കത് അപ്രൂവായി കിട്ടും. ഓക്കെ. എനിക്ക് അങ്ങനെ അപ്രൂവായി കിട്ടിയത് സെപ്റ്റംബർ 14 അതിനുശേഷം സെപ്റ്റംബർ 22 എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓക്കെ. സോ അത്രയും ഗ്യാപ്പേ ഉള്ളൂ, ഒരു 1.5 വീക്ക് ഉള്ളൂ ഓരോ ഓരോ സ്റ്റെപ്പിനും നമുക്ക് ഗ്യാപ്പ് വരുന്നുള്ളൂ. സോ ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ നമ്മുടെ സൈനും ഇട്ട് അത് എഗെയിൻ സ്കാൻ ചെയ്ത് ഏജൻസിക്ക് റിട്ടേൺ അയച്ചു കൊടുക്കണം ഓഫർ ലെറ്റർ വന്നതിന് ശേഷം. ഓക്കെ. സോ അതിനുശേഷം നമുക്ക് വരുന്ന നെക്സ്റ്റ്, ഓഫർ ലെറ്ററിന് ശേഷം നമുക്ക് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റാണ്. ഓക്കെ. സോ എനിക്ക് ഏകദേശം ഒക്ടോബറിലാണ്, ഒക്ടോബർ 2 എനിക്ക് വർക്ക് പെർമിറ്റ് വന്നു. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആക്കിയായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് സെപ്റ്റംബർ 25 എൻ്റെ ഡെലിവറിയുടെ ഡേറ്റ് ആയിരുന്നു. സോ എനിക്ക് 13 എമർജൻസി LSCS കഴിഞ്ഞു. അപ്പം സിസേറിയൻ ആയതുകൊണ്ട് ഒരു 2 to 3 മന്തെങ്കിലും കംപ്ലീറ്റ് റെസ്റ്റ് ഇറക്കണമെന്നായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഞാനിവിടെ എൻ്റെ ഏജൻസിയെ ഇൻഫോം ചെയ്ത് അവർ മിനിസ്ട്രിക്ക് റിക്വസ്റ്റ് അയച്ചതിന് ശേഷം എനിക്ക് അവർ 2 മന്ത് അലോ ചെയ്തു. 3 മന്ത് അവർക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് അവർക്ക് ഓരോ വേക്കൻസീസ് അവർ കംപ്ലീറ്റ് ആക്കി പോകാനുള്ളതുകൊണ്ട് അവർ 3 മന്ത് അലോ ചെയ്യത്തില്ല, 2 മന്ത് ഓക്കെ എന്ന് പറഞ്ഞു. സോ ഫ്രം ദി ബർത്ത് ടു 2 മന്ത് അങ്ങനെയാണ് എനിക്ക് തന്നിരുന്നത്. ഓക്കെ. സോ എനിക്ക് ഒക്ടോബർ 2 എനിക്ക് വർക്ക് പെർമിറ്റ് വന്നു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നവംബർ 10 ഓക്കെ. അപ്പോൾ 2 മന്ത് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടാണ് ഞാൻ വന്നത്. വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവിടം വരെ പ്രോസസ്സിങ് ഉള്ളൂ. ഓക്കെ. നമുക്ക് വിസ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ്. നമുക്ക് വർക്ക് പെർമിറ്റ് വരെയാണ് നാട്ടിൽ നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സിങ്. അപ്പം നിങ്ങൾ ഫാമിലിയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ ഏജൻസിയായിട്ട് പറയുക. അപ്പോൾ അവർ നമ്മൾക്ക് ഫാമിലിക്കുള്ള ഒരു അപ്രൂവൽ സ്ലിപ്പുണ്ട്. ഓക്കെ. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ലിപ്പ് നമുക്കവർ റെഡിയാക്കി തരും. സോ എനിക്കിപ്പോൾ കുഞ്ഞു ആയതുകൊണ്ട് എനിക്ക് അവളെ ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയെ കൂട്ടിയാണ് ഇപ്പോൾ. എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും എൻ്റെ കൂടെയുണ്ട്. സോ ഞാൻ വൺസ് ഈ വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം ഞാനതെൻ്റെ ഏജൻസിയോട് പറഞ്ഞു. നേരത്തെ ഓൾറെഡി ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ഫാമിലി എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പെർമിറ്റ് വന്നതിന് ശേഷം ഞാൻ ഏജൻസി ഒന്നും കൂടെ പറഞ്ഞു. അതിനുശേഷം നമ്മളെ ഫാമിലിയെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് അവരുടെ സെയിം തന്നെ പാസ്പോർട്ട് വേണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോയും അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ്. ഇവൾ കുഞ്ഞായതുകൊണ്ട് ഇവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. സോ ഇത്രയും പ്രൂഫുകളാണ് നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഫാമിലിയുടെ പാസ്പോർട്ട്, അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ്, കുഞ്ഞു വാവയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഇവർ ചോദിക്കുന്നത്. സോ പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഫാമിലിയുടെ വിസ നമുക്കിപ്പോൾ കിട്ടില്ല. അവർക്ക് ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ സ്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ നമുക്കതുപോലെ തന്നെ നമ്മളിവിടെ നേരത്തെ ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് എനിക്ക് നേരത്തെ ഇവിടെ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമായിട്ട് വന്നായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എന്നത്തേക്കാണ് ചെല്ലുന്നതെന്ന് അവർക്കൊരു ഉറപ്പ് വേണമല്ലോ. നമ്മളിങ്ങനെ നീണ്ടു പോകാൻ നമുക്ക് പറ്റില്ല. നമ്മളൊരു ജോലിയിൽ റെസ്പോൺസിബിളായിട്ട് ഏറ്റെടുക്കുകയാണ്. സോ അവർക്കൊരു കൃത്യമായി ഉത്തരം നമ്മൾ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ ടിക്കറ്റ് എടുക്കേണ്ട വന്നതുകൊണ്ട് ഞാൻ നവംബർ 10 ടിക്കറ്റ് എടുത്തിട്ടാണ് അവർക്കത് അയച്ചു കൊടുത്തു. ഓക്കെ. അപ്പം ഇതെല്ലാം ഈ ഒക്ടോബർ മന്തിലാണ് കേട്ടോ നടക്കുന്നത്, വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം. എനിക്ക് ഒക്ടോബർ 15 എൻ്റെ വിസയ്ക്കുള്ള അതായത് ഡിപ്പെൻഡിങ് വിസയ്ക്കുള്ളത് അപ്ലൈ ചെയ്തു ഇവർ. നമുക്ക് 3 മന്താണ് ഫസ്റ്റ് കിട്ടുക. അപ്പം ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഡിപ്പെൻഡൻറ്റ് വിസ അപ്ലൈ ചെയ്തു.
അതിനുശേഷം ഒക്ടോബർ 20 അത് നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാനുള്ള നമുക്ക് ഇവർ തരുന്നത് സ്പോൺസർഷിപ്പ് ഡിക്ലറേഷൻ അപ്രൂവൽ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കൊരു വൈറ്റ് ഷീറ്റ് പോലെ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയുണ്ടായിരിക്കുള്ളൂ നമ്മുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ്, അതായത് ഹസ്ബൻഡിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പർ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും സെയിം തന്നെ. അപ്പം സ്പോൺസർഷിപ്പ് ഡിക്ലറേഷൻ വന്നതിന് ശേഷം നമുക്ക് പിന്നെ വേറെ പ്രോസസ്സിംഗ് ഒന്നുമില്ല. അതാണ് നമ്മുടെ ഫൈനൽ ഫാമിലിയെ കൊണ്ടുവരാനുള്ളതും കൂടെ. ദെൻ നമ്മൾ ലാസ്റ്റ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഏജൻസിയാണ് ടിക്കറ്റ് നമുക്ക് നോർമലി എടുത്ത് തരുന്നത്. ഇൻ കേസ് നമുക്ക് ഏജൻസിക്ക് എടുത്തു തരാൻ പറ്റാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുക, ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് പ്രോസസ്സിങ് പോകുന്നത്. നോർമലി നമുക്ക് എടുത്തു തരികയാണ്, എനിക്കൊക്കെ എടുത്തു തരികയായിരുന്നു. അങ്ങനെ എടുത്തതിന് ശേഷം ഞങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തു ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ളത്. എന്നിട്ട് അവർ ടിക്കറ്റ് എടുത്ത് തന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ നവംബർ 9 നമ്മൾ അവിടെ നിന്ന് നമുക്ക് നമുക്കൊരു 1 more കൺഫർമേഷൻ വരും. ഓക്കെ, നമ്മുടെ ട്രാവലിംഗ് ഡിക്ലറേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറും കൂടി ഉണ്ട് നമുക്ക്. അതെനിക്ക് നവംബർ 9 സോറി കേട്ടോ, നവംബർ 9 വരണത്. അപ്പം അത് വന്നതിന് ശേഷം നവംബർ 10 ഞാൻ അവിടെ നിന്ന് കയറി പോന്നിട്ട് ഇവിടെ നമുക്ക് അവിടെ നിന്ന് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. ഏകദേശം ഒരു ഉച്ചയോട് കൂടി നമ്മൾ ഇവിടെ എത്തി കേട്ടോ. നമ്മൾക്ക് ടോട്ടൽ 1 hour ആണ്, പക്ഷെ ഞങ്ങൾ 1 hour എടുത്തില്ല, അതിന് മുന്നേ ഇവിടെ എത്തി. ഓക്കെ, സോ അന്നൊരു ഉച്ചയോട് കൂടി ഞങ്ങളിവിടെ എത്തി. നമ്മളിവിടെ എത്തിയതിന് ശേഷം നേരെ നമ്മളൊരു എന്താ പറയുക, ഒരു ഹോട്ടലിലോട്ടാണ് നമ്മൾ ഏജൻസി കൊണ്ടുപോകുന്നത്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് താമസിക്കുന്നത്. അതിന് ശേഷമാണ് നമുക്ക് കുറച്ച് പ്രോസസ്സിങ് കൂടെ ഉണ്ട്. അപ്പം അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സിങ് കാര്യങ്ങളും. നമുക്ക് ഏകദേശം ഒരു 1.5 month നമ്മൾ കണ്ടിന്യൂസ് പ്രോസസ്സിങ് ചെയ്യുകയാണെങ്കിൽ 1.5 month വിത്തിൻ 2 monthനുള്ളിൽ നമുക്ക് പോരാൻ പറ്റും. ഞാൻ കുറച്ച് ലാഗ് ആയതുകൊണ്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കുറച്ച് പ്രോസസ്സിങ് ഡിലേ ആയത് കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഞാനീ പറഞ്ഞ സ്റ്റെപ്പ് അനുസരിച്ച് പ്രോസസ്സിങ് തുടങ്ങാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. എങ്കിലേ എനിക്ക് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ മുന്നോട്ട് പോകാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.